അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ത്വഹ ഹുസൈൻ്റെ പാഠഭാഗത്തിലെ ഒരവസാന ഭാഗം കൂടെ നമുക്ക് നോക്കാനുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ പഠിച്ചത് തന്നെയാണ്, എങ്കിലും എസ് എ ക്വസ്റ്റ്യൻസിനൊക്കെ ഉപകാരപ്പെടുന്ന ചില പോയിന്റുകൾ മാത്രം ഇവിടെ നിന്ന് നമുക്ക് നോക്കിപ്പോവാം. ഇത് പൂർണ്ണമായിട്ടും വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ പോയിന്റുകൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ തന്നെ മതിയാകും. ആദ്യത്തെ പാഠഭാഗം ത്വഹ ഹുസൈൻ അസ്ഹറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പാഠഭാഗം അൽ അയ്യാം എന്ന് പറയുന്ന ത്വഹ ഹുസൈൻ്റെ ഒരു കൃതിയിൽ നിന്നുള്ളതാണ്. അതിന് 3ഓളം ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ കുട്ടി, ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ചെറിയ കുട്ടി, ഒരു മീഡിയം ദീനിയായിട്ട് ആ ഒരു ഫാമിലിയിൽ എങ്ങനെയാണ് ജീവിച്ചു വളരുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ ബാല്യവും അദ്ദേഹത്തിൻ്റെ യുവത്വവും പറയുന്നു. മൂന്നാമത്തെ പാഠഭാഗത്തിൽ അദ്ദേഹം യൂറോപ്പിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ അവിടെ നിന്ന് അദ്ദേഹം പഠിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ബാക്കി പത്രവുമാണ് മൂന്നാമത്തെ ഭാഗത്തിൽ പറയുന്നത്. ഏതായാലും ഈ ഒരു പാഠഭാഗത്തിൽ അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലെ നിലവിലുള്ള അവസ്ഥകളും അവിടുത്തെ സാഹചര്യങ്ങളും എല്ലാം വളരെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് കിട്ടുന്ന അനുമതികൾ കാരണത്താൽ അദ്ദേഹം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സന്ദർഭമാണ് ഈ പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നത്. രണ്ടാമതായി അലാ ഹാമിഷി സീറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നെടുത്തിട്ടുള്ള അൽ യതീം എന്ന് പറയുന്ന ആ ഭാഗമാണ്. ആ ഭാഗം വളരെയധികം സിമ്പിളായിട്ടുള്ള രീതിയിൽ വളരെയധികം ഒരുപാട് ആവർത്തനങ്ങളുള്ള, ഒരുപാട് ലഫ്ദുകളുടെ ആവർത്തനങ്ങളുള്ള, എങ്കിലും അത് വളരെയധികം രസത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായി പുതിയ കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം തന്നെ അതിൻ്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്, ഇത് ചരിത്രകാരന്മാർക്കോ അല്ലെങ്കിൽ വലിയ പണ്ഡിതന്മാർക്കോ പുതിയ അറിവുകൾ നൽകാൻ വേണ്ടി അദ്ദേഹം രചിച്ചിട്ടുള്ളതല്ല, മറിച്ച് ഈ ഒരു സീറ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ തോന്നുന്ന ഒരു രീതിയിൽ അദ്ദേഹം അതിനെ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഒരു പുതിയ രീതിയിൽ ഇതിനെ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ പുതിയതായിട്ട് വലിയ വിഷയങ്ങളോ പോയിന്റുകളോ അദ്ദേഹം അതിൽ ചേർത്തിട്ടില്ല. ഇതൊരു സീറയുടെ കിതാബായിട്ടല്ല അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അവസാനമായിട്ടുള്ളത് അൽ മുഅദ്ദിബൂന ഫിൽ അർദ് എന്നുള്ള ആ ഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അസ്സഹ എന്നുള്ള പാഠഭാഗം. ആ ഗ്രന്ഥത്തിൽ ഏകദേശം 11ഓളം കഥകളുണ്ട്. അതിൽ 10ാമത്തെ കഥയാണ് അസ്സഹ എന്നുള്ളത്. ഈ ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുള്ളത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ 40കളിൽ അഥവാ 1940കളിൽ മിസ്രിലുണ്ടായിരുന്ന സമൂഹം, മിസ്രിലുണ്ടായിരുന്ന സമൂഹം, ഈജിപ്തിലുണ്ടായിരുന്ന സമൂഹം, അവർ നേരിട്ടിരുന്ന പ്രയാസങ്ങൾ, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ടവർ, ആക്രമിക്കപ്പെടുന്നവർ, പാവങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാഠഭാഗത്ത് അദ്ദേഹം ഈ സഹായിനെയും അതുപോലെ തന്നെ ബുഹലിനെയും വെച്ച് താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. അതുപോലെ തന്നെ സമ്പന്നരോട് ഒരുപാട് ചിലവഴിക്കാൻ വേണ്ടിയിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ചിലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് പകരം നൽകും. ആ രീതിയിൽ അദ്ദേഹം സ്വതക്കയുമെല്ലാം പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഈ പാഠഭാഗത്ത് കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അവസാനം വൈലാറാവിക്കോമിൻ സുഅം ഫലാ മറദ്ദല എന്ന് പറയുന്ന ആയത്ത് കൊണ്ട് ഈ പാഠഭാഗം അവസാനിക്കുകയും ചെയ്യും. പിന്നീട് ഇവിടെ നമുക്ക് പാഠഭാഗത്തു നിന്ന് കിട്ടാത്ത അൽഫാദുകളുടെ മാനുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനത്തിലൊരു ഖുലാസ കൂടെയുണ്ട്. അതിൽ നിന്നുള്ള പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കി അവസാനിപ്പിക്കാം. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഈ അൽ അയ്യാം എന്ന് പറയുന്ന പാഠഭാഗം, അത് അദ്ദേഹത്തിൻ്റെ ത്വഹ ഹുസൈൻ്റെ അദ്ദേഹം എഴുതിയപ്പെട്ട ഏറ്റവും നല്ല കൃതിയായിട്ടാണ് അദ്ദേഹത്തെ വിമർശകർ പോലും പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ പഠനം, യുവത്വം, ബാല്യം, അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ സ്പഷ്ടമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം തൻ്റെ അവസ്ഥ മാത്രമല്ല പറയുന്നത്, മറിച്ച് അന്ന് കാലത്ത് ഈജിപ്തിലുണ്ടായിരുന്ന എല്ലാ ജനങ്ങളുടെയും അവസ്ഥകൾ അദ്ദേഹം പറയുന്നുണ്ട്. അസഹ എന്ന പാഠത്തിലൂടെ അദ്ദേഹം ഈജിപ്തിലുള്ള പാവങ്ങളുടെ അവസ്ഥയെല്ലാം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥയിൽ അദ്ദേഹം വളരെയധികം മക്കയിലുണ്ടാകുന്ന അവസ്ഥ, അതേപോലെ തന്നെ അബ്ദുൽ മുത്തലിൻ്റെ അവസ്ഥ, ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ അദ്ദേഹം ഈ പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഒപ്രസ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിനും വേണ്ടിയിട്ട് ഒരുപാട്, അങ്ങനെയുള്ള ജനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ സാഹിത്യവും എല്ലാം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള അർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഡീപ്പായിട്ട് പഠിക്കാനും പറ്റും. പിന്നീട് ഈ പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. ആ ആക്ടിവിറ്റീസ് കൂടെ ഒന്ന് നോക്കിയാൽ നന്നാവും. അതുപോലെ തന്നെ അതിൽ കൊടുക്കുന്ന കുറച്ച് പാരഗ്രാഫുകൾ ഉണ്ടല്ലോ, ഞാൻ പറയാം. ഈ വകം ഖാന ഫർഹം മുഖ്താലനോ ഹൈന വദ ഇലൽ കുത്താബ് എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ്, അതുപോലെ തന്നെ ആ ഒരു മറ്റ് ഭാഗത്ത് കൊടുക്കുന്നത് വലാക്കിന്ന ഷെഹറു മല്ല വർജാൽ അസ്ഹരി വിലൽ ഖാഹിറ എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ്, ആ പാരഗ്രാഫ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദ്യത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ വലാക്കിൻ ഖുറൈഷിൻ ലം യഖുദ്ഹാ ഉജുബിൻ എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ്, അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഖദാഹുൽ മക്ക അയ്യാമും ഫരിഹൈന മുബ്തജിഹീൻ,
അങ്ങനെയുള്ള ഒരു 4-5 പാരഗ്രാഫ് ഇവിടെ ആക്ടിവിറ്റീസിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ആയിരിക്കാം എന്ത് ചെയ്യുക പരീക്ഷയ്ക്ക് വരിക. സാധാരണ അങ്ങനെയാണ് വരാറുള്ളത്. അതുകൊണ്ട് ആ പാരഗ്രാഫുകൾ ജസ്റ്റ് ഒന്ന് അർത്ഥം വെച്ച് നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം കൂടെ നോക്കുക. ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാൻ കഴിയുമെങ്കിൽ, സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനത്തെ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാം, ഉപകാരപ്പെടും. അല്ലെങ്കിൽ നമുക്ക് പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് നോക്കിയാൽ മതിയാവും. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ ആ ഭാഗത്തു നിന്നാണ് വരാറുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ നല്ലപോലെ സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് കേട്ടുകൊണ്ട് പോയാൽ തന്നെ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് എഴുതാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.